ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പം താരസംഘടന അമ്മയുടെ മൗനവും സജീവ ചർച്ചയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിളിക്കണമെന്ന് മുതിർന്ന ചില അംഗങ്ങൾ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അമ്മയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വനിതകൾ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മയിലെ മുതിർന്ന അംഗങ്ങൾക്കെതിരെയും ആക്ഷേപമുയർന്നു. പക്ഷേ മറുപടി പറയേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അമ്മയ്ക്ക് ഇനിയും നിലപാടെടുക്കാനായിട്ടില്ല. മുൻപ് നൽകിയ പരാതികളിൽ നടപടിയുണ്ടായിട്ടില്ലെന്ന് കാണിച്ചുള്ള പരാതികളും അമ്മയ്ക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. വ്യക്തമായ നിലപാട് എടുക്കാത്തതാണോ, പ്രശ്നം ആറിത്തണുക്കാൻ കാത്തിരിക്കുന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആരെ സംരക്ഷിക്കാനാണ് ഉരുണ്ടുകളിയെന്നതാണ് പ്രധാന ചോദ്യം. സ്വന്തം സഹപ്രവർത്തകർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടുവെന്ന് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയിട്ടും മൗനം തുടരുന്നതിലെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വരുത്തി തീർത്ത് നല്ല ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അമ്മ ചെയ്യുന്നതെന്നാണ് ഒരു നടി അവരുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. തൊഴിലെടുത്ത് തങ്ങൾ നേരിട്ട ദുരവസ്ഥയെക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞവർക്കൊപ്പമല്ല തങ്ങളെന്ന് പറയാതെ പറയുകയാണ് ഈ സംഘടനകളെന്ന വിമർശനമുയരുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തുവരരുതെന്ന് ആഗ്രഹിച്ചവർ ആരൊക്കെയെന്നതിന് ഉത്തരം കൂടിയാണ് ഈ മൗനത്തിലുള്ളതെന്ന് ചലച്ചിത്ര മേഖലയിലെ തന്നെ ചിലർ പറയുന്നു. ഇഷ്ടമില്ലാത്തവരെ വിലക്കുകയും മൂലയ്ക്കിരുത്തുകയും ചെയ്തതിന് അമ്മയ്ക്കും സിനിമാ സംഘടനയായ ഫെഫ്കയ്ക്കും സംഘടനാ ഭാരവാഹികൾക്കും മുൻപ് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴയിട്ടതും പുതിയ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. നിശബ്ദത പരിഹാരമല്ലെന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അങ്ങിങ്ങ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലെ വില്ലൻ വേഷങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാകും അതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.